ചേലക്കരയിൽ വ്യാപകമായ രീതിയിൽ LDF അല്ലെങ്കിൽ CPM ഏതാണ്ട് 500ഓളം കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ തുണ്ടിയാണ് ഇന്ന് ചെറുതുരുത്തിയിൽ വെച്ച് പിടിക്കപ്പെട്ടത്. നമ്മൾ ആദ്യം പല ആൾക്കും പല സംശയങ്ങളുണ്ടായിരുന്നു ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച്. പക്ഷെ വളരെ കൃത്യമാണ്. ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന കൊളപ്പള്ളി സ്വദേശിയായ ജയൻ ഇപ്പോൾ കരുവന്നൂർ കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കോലഴി സതീഷിൻ്റെയും വടക്കാഞ്ചേരി കൗൺസിലറായ അരവിന്ദാഷിൻ്റെയും ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഈ പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ LDF കൺവീനറുമായ ശ്രീ EP ജയരാജൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഷൊർണൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ MR മുരളിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ പാലക്കാട് അസംബ്ലിയിലും ചേലക്കര അസംബ്ലിയിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഷൊർണൂരിലെ മുൻ നഗരസഭാ ചെയർമാനും മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ MR മുരളിയാണ് ഈ പണം വിതരണം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ വിനിയോഗിച്ചിട്ടുള്ളതും കൈകാര്യം ചെയ്തതും MR മുരളിയുടെ നേതൃത്വത്തിലാണ്. മാത്രമല്ല പാലക്കാട് മറ്റു ചില കേന്ദ്രങ്ങളിലാണ് പണം എത്തിക്കുന്നത്. പക്ഷേ ചേലക്കരയിൽ പണം എത്തിക്കുന്നത് CPMന് ഏറെ സ്വാധീനമുള്ള വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ്. ഈ വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ് ഈ ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നത്. ഇതിനകത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബാക്കിലാണ്. ഇവിടേക്കാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ 1/4 കോടി രൂപയും 1/2 കോടി രൂപയും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ 500ഓളം പട്ടികജാതി കോളനികളുണ്ട്. ഓരോ പട്ടികജാതി കോളനിയിലും ഓരോ ലക്ഷം രൂപ കണക്കാക്കി 500 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വിതരണം ചെയ്യുന്നത് CPMൻ്റെ തന്നെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരായ ജീവനക്കാരാണ്. പെൻഷൻ്റെ വിതരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികജാതി കോളനികളിൽ വ്യാപകമായ രീതിയിൽ നടക്കുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ വെള്ളത്തോൾ നഗർ CAയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിച്ചതാണ്. അവിടെ അനാവശ്യമായി വെള്ളത്തോൾ നഗർ CA പിന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പരാതിയും കൊടുത്തതാണ്. വെള്ളത്തോൾ നഗർ പോലീസിൻ്റെ കൂടി സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പോലീസിൻ്റെ കൂടി സംരക്ഷണയിലാണ് ചെറുതുരുത്തിയിൽ ചേലക്കരയ്ക്ക് വരുന്ന ഫണ്ട് മുഴുവൻ ഈ CAയുടെ കൂടി നിയന്ത്രണത്തിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനും പാർക്ക് ചെയ്യാനും തീരുമാനിച്ചത്. വളരെ ആസൂത്രിതമായി സംസ്ഥാന ഗവൺമെൻറ്റിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനാവശ്യമായ ഫണ്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ കരുവന്നൂരിലെ പണം എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രി R ബിന്ദുവിനും ശ്രീ K രാജനും നേരിട്ട് അടുപ്പമുള്ള കൈരളി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അശോകനുമായി ബന്ധമുള്ള ഒരു സംഘവും കൂടി ഇതിനകത്തുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പുകമറകൾ നേരത്തെ അനാവശ്യമായ പെട്ടി വിവാദങ്ങളൊക്കെ എന്ന രീതിയിൽ പറയുകയും എന്നാൽ അത് ഒരു മറ പിടിച്ചുകൊണ്ട് ഈ 2 കോൺസ്റ്റിറ്റ്യുവൻസികളിലും വ്യാപകമായ രീതിയിൽ CPM ആണ് കള്ളപ്പണം ഒഴുക്കുന്നതും ആളുകളെ പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഇന്ന് ചെറുതുരുത്തിയിൽ ഉണ്ടായത്. ഇല്ലാത്ത പണത്തിനെക്കുറിച്ച് ആരോപണം പറയുന്ന കേരള മന്ത്രിസഭയിലെ മന്ത്രിമാർ, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, റഹീമും അതുപോലെ തന്നെ ഉൾപ്പെടെ BJPയുടെ ചെറുപ്പക്കാരായ നേതാക്കന്മാർ, ഇവരെല്ലാവരും കൂടി 2-3 ദിവസമായി നമ്മുടെ സമൂഹത്തിനകത്ത് ഇല്ലാ കഥ ഉണ്ടാക്കി നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ തൊണ്ടി മുതൽ കയ്യോടെ പിടികൂടി ഉന്നതനായ CPM നേതാക്കന്മാർക്ക് ബന്ധമുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ കയ്യിൽ നിന്നും
അദ്ദേഹം കൊണ്ടുവന്ന് 25 ലക്ഷം രൂപയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ഗഡു വിതരണം ചെയ്തതിന് ബാക്കിയുള്ള പണമാണ് ഈ 19 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇത് പിടിച്ചെടുത്തതിന് ശേഷം ഒരു CPM നേതാക്കന്മാർക്കും മിണ്ടാട്ടമില്ല എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് MP രാജേഷ് ആണെങ്കിലും K സുരേന്ദ്രൻ ആണെങ്കിലും ഒക്കെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താനെങ്കിൽ നിങ്ങൾ പറയാൻ തയ്യാറാകണം. അതൊരു ധാർമ്മികമായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലാത്ത പണത്തെ കുറിച്ച് ആരോപണം പറഞ്ഞ നിങ്ങൾ ആളുകൾ ഇവിടെ ചെറുതുരുത്തിയിൽ CPM മാത്രമുള്ള ആ ചെറുതുരുത്തി പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു CPM അവിടെ മറ്റു പാർട്ടിക്കാരും തന്നെ ഇല്ല. എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും CPM ആണ്. സഹകരണ സൊസൈറ്റികൾ CPM ആണ്. ഒരു അംഗൻവാടിയിൽ പോലും മറ്റു പാർട്ടികൾക്ക് സ്വാധീനമില്ലാത്ത ഒരു സ്ഥലമാണ് ചെറുതുരുത്തി എന്ന് പറയുന്നത്. ആ ചെറുതുരുത്തിയിലാണ് പോലീസ് സ്റ്റേഷൻ പോലും പാർട്ടി വൽക്കരിച്ചുകൊണ്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് മണി പാർക്ക് ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ്. അത് കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളെ തുടർച്ചയാണ്. കരുവന്നൂർ കേസിലെ പ്രതികളുമായി ഏറെ ചങ്ങാത്തമുള്ള, അവരുമായി വളരെ വ്യക്തിപരമായ ബന്ധമുള്ള EP ജയരാജന്റെ മനസാക്ഷി സാമ്പത്തിക സൂക്ഷിപ്പുകാരായ ആളുകളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ മേയർ ബിന്ദുവിനും K രാജനും ഏറെ അടുപ്പമുള്ള SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൈരളി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധമുള്ള ഈ 2 സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചേലക്കരയിലും പാലക്കാടും CPM പണം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഈ പറയുന്ന പട്ടികജാതി കോളനികളിൽ, ചേലക്കരയിലെ പട്ടികജാതി കോളനികളിൽ CPMന്റെ സഹകരണ ബാങ്കിലെ ജീവനക്കാർ ഈ പെൻഷൻ എന്ന വിതരണത്തിന്റെ പേരിൽ, ആ പെൻഷനൊക്കെ വിതരണം ചോട്ടെ, ഞങ്ങൾക്ക് അതിനകത്ത് ആർക്കും പരാതിയില്ല. പക്ഷെ ആ പെൻഷൻ വിതരണത്തിന്റെ പേരിൽ ഉള്ള ജീവനക്കാർ പെൻഷൻ വിതരണത്തിന് ശേഷവും ഇനി പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയില്ല. കാരണം പിന്നെ ഇലക്ഷന്റെ നിശബ്ദമായ പരസ്യ പ്രചരണം പോലും അവസാനിക്കുന്ന സമയത്ത് അതൊന്നും ഇനി പണം വിതരണം ചെയ്യുന്നത് പ്രായോഗികമല്ല, നിയമപരമല്ല. എന്നിട്ട് പോലും അവർ ഈ വിതരണം കൊണ്ടുപോകുന്ന പണം CPMന്റെ കള്ളപ്പണമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF പരാതി നൽകും. ഇതാരെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ആരോപണം? കാരണം ഇത് BDJSന്റെ മണ്ഡലം ഭാരവാഹിയാണ് ഈ JMCC എന്ന് പറഞ്ഞാൽ. അതുപോലെ NDAയുടെ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ചേർന്ന് നിൽക്കുന്ന നിരവധി ഫോട്ടോകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ NDAയുടെ നേതാവായ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്ത് ശ്രമമാണ് നടത്തുന്നത്? അതാണ് ചോദിക്കുന്നത്. ഈ ചേലക്കരയിലെ SNDP താലൂക്ക് SNDP യൂണിയൻ പ്രസിഡന്റ് പേരറിയോ? ചേലക്കരയിലെ അല്ല, ഞാൻ ചോദിക്കട്ടെ ചേലക്കര അല്ല, എൻ്റെ ഒരു ചോദ്യമാണ്. ഇന്നും CPMന്റെ ജില്ലാ സെക്രട്ടറി, പാലക്കാട് ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് അവിടെ പാലക്കാട് കോൺഗ്രസിന്റെ കൗൺസിലറുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഈ JMCC എന്ന് പറയുന്നത്. അങ്ങനെ BJPയും കോൺഗ്രസ് നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് JMCC. ആ ആളെ CPM ആണെന്ന് എന്ത് തെളിവ്? ആരെങ്കിലും സുഹൃത്താണെന്നുള്ള ആരോപണം മാത്രമാണ്. അത് CPMന്റെ ഭാരവാഹിയാണെന്നോ CPMന്റെ ഏതെങ്കിലും സംഘടനാ ഭാരവാഹിയാണെന്നോ CPM മെമ്പറാണെന്ന് പോലും താങ്കൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ CPMന്റെ പണമാണെന്ന് എങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഉറപ്പിച്ചു പറയുന്നത്? അല്ല, ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടി പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനാണ്. ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ജയിലിലാണ്. ഏറ്റവും പ്രധാനമായ ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ്, ചികിത്സയ്ക്ക് വേണ്ടി പുറത്തിറങ്ങിക്കാൻ. ഇവിടെ നമ്മളിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലാണ്. വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഏറ്റവും ആദ്യം കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായുള്ള പത്രസമ്മേളനം തൃശ്ശൂർ DC ഓഫീസിലുണ്ട്. സുഹൃത്തിൽ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. അന്ന് ഞാൻ ഉന്നയിച്ച ആദ്യത്തെ ആരോപണം ഈ അരവിന്ദാഷിനെതിരെയാണ്. അദ്ദേഹം ജയിലിലാണ്. അതിന്റെ കൂടെ പറഞ്ഞ നിങ്ങൾ വേദിയിൽ അദ്ദേഹം നിൽക്കുന്ന പടമാണ്. ഈ ചിത്രങ്ങൾ സത്യം പറയുമ്പോൾ അയാളെ BJP പോലും പ്രതികൂട്ടിൽ നിർത്തുന്നില്ല. പകരം CPM ആണ്, LDF ആണെന്ന് പറഞ്ഞ കാടടച്ച് വെടിവെക്കുകയാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് BJP പ്രതികൂട്ടിൽ നിർത്താനുള്ള ശേഷി കോൺഗ്രസിനില്ലേ? കാരണം ഇദ്ദേഹം BDJSന്റെ സജീവ പ്രവർത്തകനാണ്. അപ്പൊ നിങ്ങൾ BDJSനെ പോലും പ്രതികൂട്ടിൽ നിർത്തുന്നില്ല, ഒന്നുമില്ല. പകരം CPMന്റെ തലയിൽ ഇത് കെട്ടിവെക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്ത് ശ്രമിക്കുന്നു എന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. അല്ല, CPM ആരോപിച്ചോട്ടെ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. എനിക്ക് ഈ ജില്ലയ്ക്കകത്തും സംസ്ഥാനത്തിനകത്തും കേരളത്തിൽ നടക്കുന്ന 99% സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഇൻഫർമേഷൻ ലഭിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നടന്നിട്ടുള്ള ഹൈറിച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു ഇഞ്ച് പോലും സത്യസന്ധമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിലേറെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തോളാം. അപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണങ്ങൾ അസത്യമാണെന്ന് കേരള സമൂഹം ഇതേവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കാൻ കഴിയില്ല. 19 സീറ്റിൽ പരാജയപ്പെട്ട ഒരാൾ പിന്നെ തിരിച്ചടിയുടെ കാര്യം അതിന്റെ കണക്കാണോ പറഞ്ഞത്?
2016 എനിക്ക് കിട്ടിയ വോട്ട് 65,000 വോട്ടാണ്. 2021 എനിക്ക് കിട്ടിയ വോട്ട് 66,000 ആണ്. 2016 BJP കിട്ടിയ വോട്ട് 21,000 ആണ്. 2020 BJP ഈ മണ്ഡലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് 36,000 ആണ്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ട് 21,000 ആണ്. ഈ 15,000 വോട്ട് സേവ്യർ ചിറ്റലപ്പള്ളിയുടെ പെട്ടിയിലാണ് പോയത്. മനസ്സിലായല്ലോ? എൻ്റെ വോട്ടിൽ ഒരു കുറവും വന്നിട്ടില്ല. എനിക്ക് വോട്ട് ചെയ്ത് 65,000 +1 66,000 വോട്ട്, 65,800 വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജയത്തിലൊന്നും ഒരു ഇതുമില്ല. അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. പിന്നെ 2016 എൻ്റെ തെരഞ്ഞെടുപ്പിൽ പിന്നെ CPM സ്ഥാനാർത്ഥി പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്ന ആൾക്കെതിരെ നടപടി സ്വീകരിച്ച ആളാണ് ഈ പിന്നെ സേവ്യർ ചിറ്റലപ്പള്ളി. അപ്പൊ തെരഞ്ഞെടുപ്പിൽ നിരവധിയായ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? 19 സീറ്റിൽ പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ്. ഞാൻ പറഞ്ഞൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് അതൊന്നും ഇതിനകത്ത് പ്രസക്തമായ കാര്യമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതൊക്കെ നേരിടാൻ തയ്യാറാണ്. അതൊന്നും ഞാൻ ആധികാരികമായി പറയുന്നു. ഞാൻ എല്ലാ നിയമപരമായ ഉത്തരവാദിത്തം എടുത്താണ് പറയുന്നത്. നിങ്ങളുടെ ആരോപണങ്ങളൊക്കെ ഞാൻ പിന്നെ വിമർശനപരമായി ഉൾക്കൊള്ളും. ഞാൻ ഇന്ന് വരെ കേരള സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിലും ഒരു ഇഞ്ച് ഞാൻ പിറകോട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ തെറ്റിയിട്ടുമില്ല എന്നാണ് യാഥാർത്ഥ്യം. കരുവന്നൂർ വിഷയമാണെങ്കിലും, കുട്ടനല്ലൂർ വിഷയമാണെങ്കിലും, ഹൈറിച്ചിന്റെ വിഷയമാണെങ്കിലും, ലൈഫ് മിഷൻ വിഷയമാണെങ്കിലും, കൈരളി മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേഷൻ വിഷയത്തിലാണെങ്കിലും ഒക്കെ എല്ലാ കേസിലും പിന്നെ EDയും കേന്ദ്ര അന്വേഷണ ഏജൻസിയും സംസ്ഥാന അന്വേഷണ ഏജൻസിയും ഒക്കെ പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം കിട്ടാതെ പ്രതികൾ കിടക്കും. ഈ കേസിനകത്ത് BDJS ബന്ധപ്പെട്ട് പല ആളുകളുണ്ടാവും. അതൊക്കെ മറ്റേ ഇൻഫർമേഷൻ നിങ്ങളത് അന്വേഷിച്ചോളൂ. ഇവിടെ ചേലക്കരയിലെ SNDP യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റും മുള്ളൂർക്കര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റും വ്യാസ കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് ഡിഗ്രിക്ക് അവിടെ പഠിച്ചിരുന്ന SFIയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയെന്ന KB ജയദാസ് ആണ് SNDPയുടെ ചേലക്കര പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റായ BDJSൽ പ്രസിഡന്റായ BDJSൽ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റായ SNDPയിൽ ചേലക്കരയിലെ പല ആളുകളുണ്ട്. അതൊന്നും എൻ്റെ രാഷ്ട്രീയമല്ല. എനിക്കറിയാവുന്ന രാഷ്ട്രീയവും എൻ്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഇത് CPMന്റെ പണമാണ്. CPMന് വേണ്ടി ചെറുതുരുത്തിയിൽ കൊണ്ടുവന്നിരുന്ന പണമാണ്. ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഏറ്റവും ഡയറക്റ്റായി ഇടപെടുന്നത് MR മുരളിയാണ്. ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഈ കാര്യത്തിലില്ല. ഞാൻ തെളിയിച്ചോളാം. നിങ്ങൾ എന്നാണ് ബേജാറാവുന്നത്? ഞാൻ തെളിയിച്ചോളാം. എന്തിനാണ് അവിടെ അതിനകത്തുള്ളത് മുഴുവൻ BJP നേതാക്കന്മാരും BDS നേതാക്കന്മാരും അതുപോലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ സുഹൃത്തുക്കളുമാണ്. അതിനകത്ത് CPM നേതാവിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനകത്ത് തോന്നിയിട്ടില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അരവിന്ദാക്ഷൻ ജയിലിലാണല്ലോ. എല്ലാം CPM നേതാക്കന്മാരുമാണ് പടാണല്ലോ. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അരവിന്ദാക്ഷൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? 48 ലക്ഷം രൂപ ഒരു മുൻ മന്ത്രിയുടെ ഇവിടെ കണ്ടുകെട്ടിയില്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഹൈക്കോടതി പോയി ആ ഭാഗം മാറ്റിയില്ലോ. ബാക്കിയുള്ള പണം ഇപ്പോഴും EDയുടെ കയ്യിലാണല്ലോ. അദ്ദേഹത്തിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ നടപടി സ്വീകരിക്കില്ല. പിന്നെ രണ്ടാമത് BJPയും CPM ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സൗഹൃദ മത്സരം നടത്തുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും ഇതിനകത്ത് 100%. ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കും. നിങ്ങൾ അന്വേഷിച്ചോട്ടെ. ഇതിനകത്ത് BJP എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കയ്യിലാണ് കേന്ദ്ര ഏജൻസികൾ, സംസ്ഥാനത്തിന്റെ കയ്യിലാണ് ഇത്. 24 മണിക്കൂറിനകത്ത് കേരള പോലീസ് അന്വേഷിച്ചത് ഇന്നയാളുടെ പണമാണ് എന്ന് പറയും. കൂട്ടുപ്രതികൾ അറസ്റ്റ് ചെയ്യും. ഇത് ഞാൻ ഉത്തരവാദിത്തത്തോട് പറയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗവും മുൻ MLAയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തമുള്ള പദവിക്കകത്തിരുന്ന് ഞാൻ പറയാണ്. അത് ചെയ്യേണ്ടത് ഞാനല്ല. അല്ല, അത് അന്വേഷിക്കട്ടെ. പോലീസ് ഉണ്ടല്ലോ. ഈ ജയന് കോൺഗ്രസ് ബന്ധമില്ല, ഒരു തർക്ക കാര്യത്തിലില്ല. പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസാണ്, അല്ലക്കരുടെ പോലീസ് അല്ല. പിന്നെ നിങ്ങൾ എന്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളല്ലേ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ചേട്ടൻ CPM ആയിട്ടാണ് ചോദിക്കുന്നത്, പത്രപ്രവർത്തനായിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അപ്പൊ ഇതിനകത്ത് എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പണ്ട് ചെറിയ പത്രപ്രവർത്തനായിരുന്നു. അപ്പൊ അപ്പോഴും എന്റെ മനസ്സിനകത്ത് കോൺഗ്രസ് പുറത്തു വരാറുണ്ട്. അങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ചേട്ടനെ കുറ്റം പറയാൻ അല്ല, സ്വാഭാവികമാണല്ലോ. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ടെലഗ്രാഫ് ചെറിയ പത്രമാണ്, അതിലൊരു ചെറിയ പത്രപ്രവർത്തനമായിരുന്നു.
അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അന്ന് മാധ്യമത്തിലെ ബാബുവേട്ടനൊക്കെ എന്നോട് ചീത്ത പറയാറുണ്ട്, നീ വെറുതെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പല ചോദ്യങ്ങൾ അങ്ങനെയല്ലല്ലോ അല്ലേ? അല്ല അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ ദിവസമാണ് ഈ സതീഷിന്റെ അടക്കം വെളിപ്പെടുത്തൽ വന്നത്, കോടികൾ ഉപയോഗിക്കുന്ന ലക്ഷങ്ങൾ ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതും ആ ലക്ഷങ്ങളുടെ തുടർച്ചയായിക്കൂടെ? നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ ആൾ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ പേരുകൾ ഇ പി ജയരാജന്റെ പേരാണ്, ഞാൻ പറഞ്ഞ പേര് സതീഷ് കുമാറിന്റെ പേരാണ്, ഞാൻ പറഞ്ഞ പേര് അരവിന്ദാസിന്റെ പേരാണ്, ഞാൻ പറഞ്ഞ പേര് MR മുരളിയുടെ പേരാണ്. ഞാൻ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ ആരും അല്ല, ഞാൻ ഇതിന്റെ കാര്യം ഞാൻ വളരെ കൃത്യം. BJP CPM ഡീൽ ഈ ജില്ലയിലുണ്ട്. പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അല്ല, നിങ്ങൾ കുറച്ച് ആളായിട്ട് വലിയ ചർച്ചയൊക്കെ നടത്തിയതല്ലേ, മറ്റേ വീണയുടെ ഇതുമായി ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ തന്നെ 24 എത്ര ചർച്ചയ്ക്ക് വന്നു. അന്ന് ഞാൻ പറയാറുണ്ട്, അന്ന് ഞാൻ ഷോൺ ജോർജിന്റെ പത്രമേളത്ത് അന്ന് ചർച്ചയ്ക്ക് പറഞ്ഞു, ഈ വീണ വിജയന്റെ പേരിൽ ഒരു FIR ഇട്ടാതെ ഈ മോതിരം നിനക്ക് ഊരി തരാം എന്ന് ഞാൻ പറഞ്ഞാണ്. ഈ മോതിരം ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്, ഒരു അനക്കില്ല. അപ്പൊ ഇതൊന്നും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം BJPക്കും CPM എതിരായി ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്, സെക്കൻഡ് വെച്ച് മാറ്റുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞ കേസുകൾക്കകത്ത് ഒരാളും ജയിലിൽ പോകാതിരുന്നിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, ആരെ പുറത്തുള്ളത്, ഞാൻ പറഞ്ഞ കേസിനകത്ത് ആരെ പുറത്തുള്ളത്. അപ്പൊ എന്റെ വിശ്വാസ്യതയെ ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞാൻ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആത്യന്തികമായ കോൺഗ്രസ് ആണ്, അടിസ്ഥാനപരമായ കോൺഗ്രസ് ആണ്, മരണം വരെ കോൺഗ്രസ് ആണ്, ഒരു തർക്ക കാര്യത്തിലില്ല. പക്ഷെ ഞാൻ അഴിമതിക്കെതിരായി നടത്തുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ വെള്ളം ചേർക്കാൻ ഞാൻ കൂട്ടാക്കൂല. അപ്പൊ ഇത് ഞാൻ വെറുതെ വന്ന് ഇപ്പൊ ഈ നേരത്തെ വന്ന് എന്റെ വർക്കാഞ്ചേരി ഓഫീസിനകത്ത് നിങ്ങളെ വന്ന് കണ്ട് ഇത് പറയേണ്ട എന്താണ് കാര്യം? ഇത് എന്റെ വികാരമാണ്, എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. ഇത് തെറ്റിയാൽ നാളെ എനിക്ക് ഇൻഫർമേഷൻ തരാൻ ആളുണ്ടാവില്ല. നിങ്ങൾ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. എൻ്റെ ഒരു 10-15 ഗ്രൂപ്പുകളുണ്ട് ഇതുമായി കേരളത്തിൽ നടക്കുന്ന മണി ചെയിൻ തട്ടിപ്പുകൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള മൂവ്മെന്റുകൾ. ഞാൻ ഈ കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. ഹൈറിച്ച് ഞാൻ തൃശ്ശൂരിൽ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഹൈറിച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരും സഹായിക്കാണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? ഒരാൾ പോലും വാർത്ത കൊടുക്കാണ്ടായിരുന്നില്ല. പിന്നീടാണ് ഓരോ ആളുകളും ഏറ്റെടുത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് വന്നല്ലേ, അതിൻ്റെ ആൾ ജയിലിൽ കിടക്കല്ലേ. ഞാൻ ഉന്നയിച്ച ഏത് വിഷയമാണ് പാളിയത്? തൃശ്ശൂരിലെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ഇരിക്കണ്ടല്ലോ, നിങ്ങളൊന്ന് പറ, സജി പറ, ഏതാണ് പാളിയത്? പറ. ഞാൻ അസത്യമായി നടത്തി അല്ല സജി ഒന്ന് പറ, സജിക്കറിയാലോ. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ഒരാളല്ല, പാർലമെന്ററി പൊസിഷൻസ് എനിക്ക് വിഷയമുള്ള ആളല്ല, ഒന്നും എന്നെ സംബന്ധിച്ചോളം ഒരു വിഷയമുള്ള ആളല്ല. ഞാൻ അടിസ്ഥാനപരമായി അഴിമതിക്കെതിരാണ്, പിണറായി വിജയന്റെ അഴിമതിക്കെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത്. MLA സമയത്ത് ഞാനൊന്ന് ഏതോ സിനിമയിൽ ലേഖനത്തിൽ സോം പറയുന്ന പോലെ ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ എനിക്ക് സർവ്വസുഖങ്ങളും ലഭിക്കുമായിരുന്നു. എൻ്റെ അടുത്ത് എത്രയോ ആളുകൾ ഡീലിന് വന്നാണ്. എനിക്കതൊരു വിഷയമുള്ള ആളല്ല. അനിൽ അക്കര അഴിമതിക്കെതിരാണ്. ഏത് അല്ല കരുതിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ എന്റെ വ്യക്തിപരമായ കാര്യമാണ്. ആർക്കെങ്കിലും ശ്രീവിരുദ്ധാന്ന് തോന്നിയോ? അതെന്റെ കുഴപ്പമില്ല. ശ്രീവിരുദ്ധല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചു, മാപ്പ് പറയുന്നു, തെറ്റുപറ്റി, നാളെ മുതൽ ആവർത്തിക്കില്ല. ഏത് ഈ പാർട്ടി? ഒരു പാർട്ടി ഇങ്ങനെയുണ്ട്, ഞാൻ കേട്ടത്. ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി ചേലക്കരയിൽ വന്ന് ഞങ്ങൾക്കെതിരായി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു പോയവർ ഞാൻ കണ്ടതാണ്. ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വന്ന് പോയതാണ്. അവർ ഞങ്ങൾക്കെതിരാണല്ലോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആർക്കെതിരെയാണ് പറഞ്ഞത്? നിങ്ങളുടെ ചാനലൊക്കെ വന്നല്ലേ? അപ്പൊ ഇത് സത്യം പറയണ്ടേ? ഞാൻ ചോദിക്കുന്നത് ഞാൻ സത്യം പറയാതെ ഞാൻ രാഷ്ട്രീയ ആരോപണം നിൽക്കുന്നതാണോ പറയുന്നത്? അതിനെന്താ പ്രശ്നം? അല്ല, എനിക്കറിയാവുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് പറയേണ്ടത് ആരാണ്? നിങ്ങൾ പറയുന്ന CPM നേതാക്കളാണ് പറയാൻ പറയുന്നത്. അല്ല, ഇതൊക്കെ പണ്ട് നിങ്ങൾ ചോദിക്കാറുണ്ട്. പണ്ട് ചോദിക്കാറുണ്ട്. അതൊക്കെ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ ജയിലിൽ കിടക്കുന്നു. ഇത് ഞാൻ തെളിയിച്ചോളാം. നിങ്ങൾ ശ്വാസം വിടാനുള്ള സമയം എന്താണ്? അല്ല, ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണോ ഞാൻ പത്രമേളനം നടത്താറുള്ളത്? അല്ല, ഇത് അല്ല, നിങ്ങളിപ്പോ പറഞ്ഞില്ലേ കാണില്ലേ ചോദിച്ചാൽ ഞാൻ പറ്റില്ലാന്ന് പറഞ്ഞു പോകാൻ പറ്റൂ? എന്നെ വിളിച്ചിട്ടുള്ള, ഞാനിത് ഒറ്റയ്ക്ക് നടത്തിയതല്ലോ.
ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും എന്നെ വിളിച്ചതാണ്, കാണുന്നില്ലേ ഞാൻ പറഞ്ഞ എൻ്റെ ഡോക്യുമെന്റുകളുണ്ട്, ഞാൻ കൊടുത്തോളാം, ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ ഇത്രയും കാലം എൻ്റെ രാഷ്ട്രീയം 52 വയസ്സാണ്. അല്ല, ഡോക്യുമെന്റ് പലരും കൊടുത്തിട്ട് പല ആളുകളും ചില ആളുകൾ രക്ഷപ്പെട്ടു പോയ ആളുകളുണ്ട്. അതൊക്കെ ഞാൻ അത് എങ്ങനെ ഒരു അഴിമതി ഉന്നയിക്കുക, ഒരു പത്രസമ്മേളനം എങ്ങനെയാണ് നടത്തുക, അതെങ്ങനെ കേസാക്കുക, അതെങ്ങനെ പിന്നെ എവിഡൻസിലേക്ക് പോവുക, ഇതൊക്കെ അറിയാവുന്ന നിയമസഭാ അംഗമായിരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇതെല്ലാം കൂടി ഇന്ന് ചെയ്താൽ ഇത് കഴിയില്ലെന്നതോടി നിങ്ങൾ ഇന്ന് ഭൂലോകത്തുള്ള മുഴുവൻ മാർജിൻ കൊടുത്താൽ പിന്നെ ചാനലൊക്കെ നിർത്തേണ്ടി വരില്ലേ? നാളെ ഇത് വേണ്ടേ? നാളെ ഉണ്ട്, നമ്മൾ വീണ്ടും കാണും. ഇതിനകത്തൊരു തർക്കം. ഞാൻ ആധികാരികമായി പറയുന്നു, ഇത് CPM ഫണ്ടാണ്. 5 കോടി രൂപയോളാണ് ചേലക്കരയിലെ കോളനികൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. ഇത് 5 കോടി രൂപയോളം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫോണിനകത്ത് നിരവധി ഇൻഫർമേഷൻസ് ഉണ്ട്, ഒന്നും തെറ്റിയ ഇൻഫർമേഷൻസ് അല്ല. ആ ഫോൺ പിടിച്ചോ. അല്ല, പിടിക്കുന്ന ഇത് അന്വേഷണ ദിവസമായി ചോദിക്കണം, ഞാൻ കൊടുക്കലോ? അന്വേഷണം ഒരു വിഷയം. നിങ്ങൾ ഇതിനകത്ത് എന്നെ സംശയിക്കേണ്ട കാര്യത്തില്ല. അതെനിക്ക് എങ്ങനെ അറിയുന്നത്? ഞാൻ എന്തിനാ, എന്റെ കാര്യമില്ലല്ലോ. എന്റെ സൂരജ് നിങ്ങൾ എന്തിനാ BDJSന്റെ കാര്യവും BJPയുടെ കാര്യം ചോദിക്കണേ? എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ ചേലക്കരയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ളതാണ്. ചേലക്കരയിലെ 500ഓളം കോളനികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പണമാണ്. ഈ പണം പിന്നെ ഇതിനുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നത് ഷൊർണൂർ നഗരസഭയിലെ മുൻ ചെയർമാൻ MR മുരളിയാണ്. ഇത് അദ്ദേഹത്തിന് അടുപ്പം EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഈ രണ്ടാളുകളാണ്. ഈ പറയുന്ന ഈ ജയൻ എന്ന് പറഞ്ഞ ആൾക്ക് കരുവന്നൂർ കേസിലെ പ്രതിയായ സതീഷ് കുമാറുമായും അരവിന്ദാഷനുമായി ബന്ധമുണ്ട്. കരുവന്നൂർ പണത്തിന്റെ പിന്നെ അവിടെ ഇവിടെയുള്ള സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇനിയും കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്കുള്ള ഇൻഫർമേഷൻ. അത് നിങ്ങളോട് പങ്കുവെച്ചു. ഇവിടെ ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം ആദ്യമായിട്ട് കാണുന്നത് ആ 2 ഫ്ലെക്സ് ബോർഡ് നോക്കും, സുമരത്ത് പോലും ആദ്യമായിട്ട് കാണുന്നതാണ്. അങ്ങനെ CPM തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പണം ഒഴുക്കി CPM ജയിക്കേണ്ട കാര്യമാണെന്നാണ് പറയുന്നത്. ഇല്ലല്ല, അത് ചേട്ടൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. തർക്ക കാര്യത്തിലില്ല. ആദ്യമായിട്ടാവും ചേലക്കരയ്ക്ക് വരണ്ടാവും അല്ലേ? ആണല്ലോ. ഞാൻ ആ ഗ്രാമത്തിൽ ഞാൻ വ്യാസ കോളേജിൽ ഡിഗ്രി പഠിച്ചിരുന്നത്. എൻ്റെ ചേച്ചി അവിടെ LF ടീച്ചറായിരുന്നു. ആ വ്യാസ കോളേജിലെ ഗ്രാമത്തിൽ നിന്നിട്ടാണ് ഞാൻ ഈ വടക്കാഞ്ചേരിക്ക് ബസ്സിൽ വന്നിരുന്നതാണ്. അന്ന് 90 ആ സമയത്ത് ഒക്കെ കോൺഗ്രസ് ആയിരുന്നല്ലോ ജയിച്ചിരുന്നത്. അങ്ങനെ ജയിച്ച് വന്ന രാധാകൃഷ്ണൻ, അത്രയും വലിയ വോട്ടിന് ജയിച്ചു വന്ന രാധാകൃഷ്ണന് ഇത് ഈ CC ശ്രീകുമാറുമായുള്ള മത്സരത്തിൽ കിട്ടിയ വോട്ട് എത്രയാ? അദ്ദേഹം ജയിച്ചത് എത്രയാ? 39,000 വോട്ടിനാണ് ജയിച്ചത്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാധാകൃഷ്ണനാണ്. ആ രാധാകൃഷ്ണൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടാണ് പ്ലസ്. 35,000 വോട്ട്. ഒരു മിനിറ്റ്, അല്ലല്ല ഞാൻ പറയട്ടെ, നീ വേറെയും പറഞ്ഞ കണക്ക് വേറെയും പറഞ്ഞുതരാം. തർക്കിച്ചെൻ്റെ അടുത്ത് ജയിക്കില്ല. 35,000 വോട്ട് രാധാകൃഷ്ണൻ പോയാൽ അത് തിരിച്ചു പിടിക്കാൻ ചിലപ്പോൾ 5 കോടി മതിയാവില്ല. നീ വേറെ കണക്ക് പറഞ്ഞുതരാം. അല്ല, ഒന്ന് പറഞ്ഞ അവസാനിച്ച 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ? PK ബിജു മിടുക്കനായ നേതാവാണ്. തർക്കമല്ലോ, എനിക്കും തർക്കമുള്ള കാര്യമില്ല. അദ്ദേഹം 2019 ചേലക്കര എത്ര വോട്ടിനാണ് മൈനസ് വന്നത് അറിയോ? 28,000 വോട്ടിനാണ് മൈനസ് വന്നത്. 28,000 വോട്ടിനാണ് ബിജു മൈനസ് വന്നത്. അപ്പൊ 28,000 വോട്ട് മൈനസ് വരാൻ കപ്പാസിറ്റി ഉള്ള രമ്യ ഇവിടെയുണ്ട്. 35,000 വോട്ട് കുറയ്ക്കാൻ കഴിവുള്ള രമ്യാണ് വീണ്ടും മത്സരിക്കുന്നത്. അപ്പൊ 5 കോടിയൊക്കെ ചിലപ്പോൾ മുറക്കേണ്ടി വരും. അതായത് ഈ പണം കൊണ്ടുവന്നത് ഈ സതീഷിന്റെയും അതുപോലെ തന്നെ MR മുരളിയുടെയൊക്കെ സുഹൃത്താണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? CPM-ന് വേണ്ടിയിട്ട് തന്നെയാണെന്നാണോ പറയുന്നത്, അതോ BDJS ആയിട്ട് യാതൊരു ബന്ധമില്ലെന്നാണോ പറയുന്നത്? അല്ല, എനിക്ക് BDJSന്റെ കാര്യം വരില്ലോ. ഞാൻ നിങ്ങളോട് ചേട്ടാ, എനിക്ക് അന്വേഷണ കാര്യമില്ല. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് പങ്കുവെക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇത് എനിക്ക് ലഭിച്ചുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ച് ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ 500ഓളം കോളനികൾക്ക് കൊടുക്കാൻ വേണ്ടി വന്ന പണമാണ്. ആ പണത്തിന്റെ വിതരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടികജാതി സങ്കേതങ്ങളിൽ, ആദിവാസി സങ്കേതങ്ങളിൽ പണം സംഘപരിവാർ ഒഴുക്കുന്നുണ്ടെന്ന കാര്യത്തിൽ കോൺഗ്രസിന് സംശയമുണ്ടോ? ആർക്ക് സംശയക്കുറവ്? ലോകത്തെല്ലാവർക്കും സംശയം, എല്ലാവരും പറയുന്ന കാര്യമാണല്ലോ. അല്ല, എന്റെ പിന്നെ പേര് ഇടയ്ക്ക് സൂരജ് ഇത് സൂരജ് ഇടയ്ക്കിടയ്ക്ക് ചോർച്ചയുണ്ട്. ഇത് ഒന്നും എനിക്ക് മാറ്റണ്ടാവാൻ പോണില്ല.
എനിക്ക് എൻ്റെ ഈ ഫോണിനകത്തുള്ള ഇൻഫർമേഷൻസ് ഇത് ഞാൻ നിങ്ങളോട് പലതവണ ഞാൻ കാട്ടി തന്നിട്ടുള്ളതാണ്. ഇത് എന്നെ സംബന്ധിച്ചോളം ചെറിയ വിഷയമാണ്. ഏത് എനിക്ക് അത് ആലോചിച്ചു തരുമോ? പ്രത്യേകിച്ച് നിനക്കിത് കാട്ടിയെന്താ പിന്നെ ആരെനിക്ക് അയച്ചു തരാൻ പോകണം? എന്താ പറയണ അത്രയ്ക്ക് വിരോധമല്ലോ ഞാൻ. അപ്പൊ എനിക്ക് കിട്ടുന്ന രഹസ്യമായ ഇൻഫർമേഷൻസ് ആണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻ ഇത് പിന്നെ CPM വേണ്ടി കൊണ്ടുവന്ന പണമാണ്. ഇത് ചേലക്കരയിലെ അസംബ്ലി മണ്ഡലത്തിൽ കൊണ്ടുവന്ന പണമാണ്. ഈ പണം വിതരണം ചെയ്യുന്നതിൽ പിന്നെ ചെറുതുരുത്തി CA ഉൾപ്പെടെ സഹായമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എത്ര നേരത്തെ പറഞ്ഞു ഞങ്ങളിത് പരാതി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. ഇനി സുഹൃത്തെ നമ്മൾ പരിചയമില്ലാത്തതുകൊണ്ടാ. എന്ത് പേരെന്നാ? ജോസിൽ. ജോസിലെ ഇത് നമുക്ക് നിങ്ങളൊന്ന് പോകരുത്. ഈ കേസിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിന്റെ ഫോളോ അപ്പ് അനിലക്കര തുടരും. അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പത്രം അവസാനിക്കില്ല. ഇത് തുടരും. പാലക്കാട് ഒരു കൗൺസിലറാണ് ഇയാളുടെ അടുത്തയാള്, അയാളുമായിട്ട് ബന്ധപ്പെടണമെന്നാണ്. അല്ല, അന്വേഷണത്തെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ എന്തിനാ തടുക്കണത്? കരുവന്നൂർ കേസിനകത്ത് കോൺഗ്രസ് ഉണ്ടോ BJP ഉണ്ടോ എന്ന് വെച്ചിട്ടാണോ നമ്മൾ ഇറങ്ങിയത്? ലൈഫ് മിഷൻ കേസിന് കോൺഗ്രസ് ഉണ്ടോ BJP ഉണ്ടോ നോക്കിയിട്ടാണ് ഇറങ്ങിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ അനിലക്കയ്ക്ക് രാഷ്ട്രീയമില്ല. അതിന്റെ അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായ ആളാണ് ഞാൻ. അപ്പൊ അതൊന്നും എന്നെ സംബന്ധിച്ചോളം വിഷയമുള്ള കാര്യമില്ല. ഞാനിപ്പോൾ ഈ പത്തനംതിട്ട കോൺഗ്രസ് ഓഫീസിലിരുന്നിട്ടാണ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലിരുന്നിട്ടാണ് ഏറ്റവും ഉന്നതനായ ആളുകളുടെ അനുമതിയോട് കൂടിയിട്ടാണ് ഞാൻ നടത്തുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയിലാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്പുറത്ത് പോയിക്കൂടെ? അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ സ്വന്തം പാർട്ടിയുടെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമില്ല. ഇത് രാഷ്ട്രീയമായുള്ള ഒരു വിഷയമാണ്. പക്ഷെ ഇതിനകത്ത് ഭരണഘടനാപരമായും പ്രത്യേകിച്ച് ചേലക്കര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റും ഉണ്ട്. ഞാനത് നിയമപരമായി നേരിടും. ഞാനത് അവസാനം വരെ കണ്ടിട്ട് തീർക്കാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് എല്ലാ കേസും. അങ്ങനെയാണ് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ പരാജയപ്പെടുത്തിയ ആരാ? ചേലക്കരയിൽ അല്ല വടക്കാഞ്ചേരിയിൽ 36,000 വോട്ട് LDFന് 2001 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 15,000 വോട്ട് 2021 സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് ചെയ്ത് എന്നെ പരാജയപ്പെടുത്തിയ സുഹൃത്തുക്കളാണ് ഇവിടുത്തെ വടക്കാഞ്ചേരിയിലെ BJPയും CPMഉം. എൻ്റെ വാർഡിൽ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ എൻ്റെ വാർഡിൽ 150 വോട്ടിന് ലീഡ്, ജില്ലാ പഞ്ചായത്തിൽ 200 വോട്ടിന് ലീഡ്. എൻ്റെ പഞ്ചായത്ത് സ്ഥാനാർത്ഥി 80 വോട്ടിന് പരാജയപ്പെടുന്നു. CPM 3-ാം സ്ഥാനത്ത് പോകുന്നു. എൻ്റെ പഞ്ചായത്ത് 7 CPM, 7 UDF, 7 കോൺഗ്രസ്, 3 BJP. CPM ഭരിക്കുകയാണ് അവിടെ BJP പിന്തുണയോടുകൂടി. ഞാൻ എക്കാലത്തും എതിരാണ്. NDAക്കെതിരായുള്ള ശക്തമായ മൂവ്മെന്റ് എടുത്ത് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ച NDAക്ക് അനുകൂലമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ധരിച്ചാൽ പിന്നെ തൃശ്ശൂരിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഞാൻ സത്യമാണ് പറയുന്നത്. അതിനേക്കാൾ കൂടുതലൊന്നും എനിക്കൊന്നും പറയാനില്ല.